ഹലോ നമസ്കാരം. ഇത് ഒരു പുതിയ മലയാളത്തിലുള്ള പിക്കപ്പ് ആൽ റീഡിംഗ് ആണ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. ഇന്നലെ 11/11 പോർട്ടലായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ഞാനൊരു ഇംഗ്ലീഷിലൊരു പിക്കപ്പ് ചാം റീഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോർട്ടലിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, നിങ്ങളുടെ ഇന്നലത്തെ ദിവസം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു എന്താ പറയണ്ടേ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ആ പുതിയ ആ ഒരു ജീവിതത്തിൻ്റെ വഴിയിൽ എന്തൊക്കെ ആണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ആ റീഡിങ്ങിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതിങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു, ഈ 11/11 പോർട്ടൽ വഴി നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുക എന്ന ഒരു ടോപ്പിക്കിൽ റീഡിംഗ് വേണമെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ റീഡിംഗ് ചെയ്യുന്നത്. എന്നത്തെയും പോലെ 3 ഫയലുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത്. ഇത് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്നൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ആ 2 ഗ്രൂപ്പിലെയും റീഡിങ്സ് കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്നത്, റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഈ 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ ചൂസ് ചെയ്യാനുള്ള സമയമാണ്. ഫയൽ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കാണാം. ഹലോ പയൽ 1, നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഫയലാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എവിടെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്, എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ 11/11 പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാണുന്നത്. അതായത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ വളരെ വലിയ വ്യത്യാസങ്ങളാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അവിടെ നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നല്ല നിങ്ങൾ പൂർണ്ണമായിട്ട് മുന്നോട്ട് വരികയാണ്, അതിൽ നിന്ന് എന്നേക്കുമായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏതൊരു ചാപ്റ്ററിലാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്, അതിനൊരു ക്ലോഷർ ഇന്നലെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു പുതിയ ഫേസിലാണ് നിങ്ങളുടെ ജീവിതം നിൽക്കുന്നത്. നിങ്ങളൊരു പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നേക്കാൾ ഒരു പുതിയ ഫേസിലേക്ക് നിങ്ങൾ എന്താ പറയുക ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ ഫേസിൽ ആദ്യം തന്നെ നമുക്ക് കാണുന്ന ഒരു എന്താ പറയണ്ടേ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതും നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരാളായിരിക്കാം. അതായത് എന്താ പറയുക, നിങ്ങൾ ഈ വ്യക്തിയായിട്ട് മുന്നേ ഒരു പ്രണയത്തിലായിരുന്നില്ല, അതിപ്പോഴും ഓർത്ത് വയ്ക്കുക. പക്ഷെ നിങ്ങൾക്കറിയുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ ചിലപ്പോൾ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി പരിചയപ്പെട്ട ഒരു വ്യക്തിയോ അങ്ങനെ ഒരാളായിരിക്കാം. ഈ ആളുമായിട്ട് നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ ഫീലിങ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഫേസ്, അതായത് ഈ 11/11 പോർട്ടൽ കഴിഞ്ഞത് തൊട്ട് നിങ്ങളൊരു പുതിയ ഫേസിലാണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നിങ്ങളുടെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അത് തുറന്ന് പറയാനും അവിടെ നിന്ന് തുടങ്ങി ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്. അറിയാമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ഇതിനു മുന്നേ ഒരു പ്രണയബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു കണക്ഷൻ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഫീലിങ്സ് ആണ് ഈ വ്യക്തിയോടുള്ളത്, അത് തന്നെയാണ് തിരിച്ചും ഉള്ളത്. ഓക്കെ, അത് മ്യൂച്വൽ അട്രാക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ 1 മാസത്തിനുള്ളിൽ എന്തായാലും ഈ ഒരു കോൺവെർസേഷൻ നടക്കും എന്നാണ് കാണുന്നത്. എന്താ പറയുക, അതുപോലെ തന്നെ ഓക്കെ, ഞാനിവിടെ വയ്ക്കാം. നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് നിങ്ങളിൽ നിന്ന് ചില സത്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അത് നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരത് മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്കപ്പോൾ ആ ഒരു സത്യം അറിയണം, പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് യൂണിവേഴ്സ് കൃത്യസമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സത്യം കൊണ്ടുവരും, അത് എക്സ്പോസ് ചെയ്യും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ അതും നടക്കും. ഈ ഒരു 11/11 പോർട്ടലിന് ശേഷം ഈ ഒരു സത്യം, നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഓക്കെ, നിങ്ങൾ ആ രഹസ്യങ്ങളൊക്കെ അറിയും, നിങ്ങൾ ആ സത്യങ്ങളൊക്കെ അറിയും, അതൊക്കെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കും എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയത് 3 ഓഫ് പെൻറ്റക്കിൾസും 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പാർട്ട്ണർഷിപ്പ് എന്നാണ് കാണുന്നത്. പക്ഷേ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കരിയർ ബേസ്ഡ് ആണ്. നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു ജോലി, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ നിങ്ങൾ എന്താണോ അതിതീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ വലിയൊരു ആഗ്രഹം നടക്കും. അതും നിങ്ങൾക്കത് ഓഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ജോബ് പ്രൊമോഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് തരുന്നു. അതായത്
നിങ്ങൾ ഒരുപാട് നിങ്ങളതിനെ ചേസ് ചെയ്യുന്നില്ല, മനസ്സിലായോ? നിങ്ങളതിൻ്റെ പിന്നാലെ പോകുകയല്ല, അത് നിങ്ങളിലേക്ക് വന്നു ചേരാണ്. കാരണം നിങ്ങൾ അതിനുള്ള ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സഹായങ്ങൾ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വർക്ക് പ്ലേസിലുള്ള വ്യക്തികൾ, ഇപ്പോൾ അവിടെയുള്ള കൊളീഗ്സും നിങ്ങളുടെ മാനേജറൊക്കെ നിങ്ങളോട് വളരെയധികം കോപ്പറേറ്റീവ് ആയിരിക്കും. നിങ്ങളോട് വളരെയധികം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ ഒരു എനർജറ്റിക്കൽ ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുള്ളൊരു കാര്യമുണ്ട് നിങ്ങളുടെ ജോബ് റിലേറ്റഡ്, ഓക്കെ, പ്രൊഫഷൻ റിലേറ്റഡ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ തന്നെ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, വളരെ ജനറസ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഇൻ ജനറൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എന്താ പറയുക തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഈ സ്റ്റാർ 2 പ്രാവശ്യമായിട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ എന്തോ വലിയൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. ആ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഫുള്ളി ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഒരു ഹെർമിറ്റ് മോഡിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. പക്ഷേ അതേസമയം നിങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ അതിന് നേരിട്ടിട്ടുണ്ട്, ഒരുപാട് തടസ്സങ്ങൾ. പിന്നെ എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സപ്പോർട്ട് ലഭിക്കാതിരിക്കുക, മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുക, അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു എനർജി കംപ്ലീറ്റ്ലി മാറുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചിരിക്കില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളതിൽ വളരെ ഫോക്കസ്ഡ് ആണ്. വേറെ ഒന്നിലും നിങ്ങൾ ഇത്രയും ഫോക്കസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഈ ഒരു പെർട്ടിക്കുലർ വിഷൽ മാത്രമാണ്, ഈ ഒരു ആഗ്രഹത്തിൽ മാത്രമാണ്. അതിന് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും, എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും, എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള ഒരു സിഗ്നൽസ് കിട്ടിയാലും നിങ്ങൾ ആ ഒരു ലക്ഷ്യം കൈവിടുന്നില്ല, അല്ലെങ്കിൽ ആ ആഗ്രഹം കൈവിടുന്നില്ല. നിങ്ങളതിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ആ ആഗ്രഹം നിങ്ങളുടെ നടക്കും. ഓക്കെ, ഈ 11 പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു ആഗ്രഹം എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ ആഗ്രഹം തന്നെയായിരിക്കാം. അത് നിങ്ങൾ ഇത്രയും ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ സബലീകരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇത്ര എളുപ്പമായിരുന്നോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷെ അത് എളുപ്പമായതല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് യൂണിവേഴ്സ് അത് വളരെ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളൊരു പുതിയ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു 11 പോർട്ടലിന് ശേഷം. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ കരിയർ വൈസും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ ഒരു ലവ് ലൈഫിലും ഞാൻ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ചില രഹസ്യങ്ങൾ, ചില സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാത്തിരുന്നത് തന്നെയാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. മൊത്തത്തിൽ വളരെ നല്ലൊരു എനർജിയാണ് ഞങ്ങൾക്ക് കാണുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രൂപ്പ് 1ൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും. ഓക്കെ, ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലുള്ള റീഡിംഗ് നിങ്ങൾക്ക് ഇനിയും എന്നിൽ നിന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഏതാണെന്നും കൂടെ എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. മലയാളത്തിലാണ് റീഡിംഗ് വേണ്ടത് എങ്കിൽ അതെടുത്ത് പറയണം. ഓക്കെ, പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, അനുഗ്രഹങ്ങളാണ് ഈ 11 പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അതിനേക്കാൾ നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾ കാര്യമായിട്ട് എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും നല്ല കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുക. അത് ഈ 11 പോർട്ടലിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലേ, ഇങ്ങനെയായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്നതായിരിക്കും കിട്ടുക എന്നൊക്കെ. പക്ഷേ അതിനേക്കാൾ നല്ലതാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്.
കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഏരിയ, ചിലപ്പോൾ കരിയർ ആണെങ്കിൽ കരിയർ, അല്ലെങ്കിൽ ലവ് ലൈഫ് ആണെങ്കിൽ ലവ് ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇൻ ജനറൽ, ഓക്കെ, നിങ്ങൾ അതിൽ മുൻപ് നിങ്ങൾക്ക് പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞു പോയി, ഓക്കെ, അത് നിങ്ങൾക്കുള്ളത് അതായിരുന്നില്ല, നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലതാണ് യൂണിവേഴ്സ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനത്തെ കിട്ടില്ല, ഓക്കെ. അത് അങ്ങനെയാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ കാണേണ്ടത്. നമ്മുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പരിശ്രമിച്ചിട്ട് നമ്മുടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാൾ നല്ലതാണ് അർഹിക്കുന്നത്, ഓക്കെ. അതുകൊണ്ടാണ് അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളെത്ര പരിശ്രമിച്ചിട്ട് നമുക്ക് കിട്ടാതെ പോയത് എന്ന് വേണം നമ്മളെപ്പോഴും മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു പാസ്റ്റിലൊരു നിങ്ങൾക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം, നിങ്ങൾ എത്ര ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. ആ വേദന ഉണ്ടാക്കിയ സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല, ഓക്കെ. അപ്പോൾ എന്താ പറയണ്ട, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെയും പുറത്തു കിടക്കുന്ന ആലോചിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അതിലേക്ക് കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളായിരിക്കും അവർ നിങ്ങളെ ഈ ഒരു പാസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനായിട്ട്, കംപ്ലീറ്റ്ലി അതിൽ നിന്ന് വിട്ടു പോരാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. അവരാണ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം, എങ്ങനെ ഈ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ, ഈ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്, ഓക്കെ, കഴിഞ്ഞു പോയൊരു കാര്യം, ആ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം, അതിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോരാം, അതിനെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് റിലീസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും നിങ്ങളെ അതിൽ ഗൈഡ് ചെയ്യുന്നതും നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ പുതിയ സുഹൃത്തുക്കളാണ്. ഇവർ നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവർ നിങ്ങളെ നിങ്ങളായി തന്നെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും, ഓക്കെ. നിങ്ങൾ പല കാര്യങ്ങളും വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും, അതായത് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ചില സുഹൃത്തുക്കളുണ്ട്, അവർ നിങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ള നിങ്ങളുടെ ചില ട്രൈബ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ജഡ്ജ് ചെയ്യുകയോ കളിയാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്നും അല്ല ഈ പറഞ്ഞ ആളുകൾ, ഓക്കെ. ഈ വരുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അംഗീകരിക്കും, നിങ്ങളായിട്ട് തന്നെ സ്നേഹിക്കുകയും ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. നിങ്ങളായി തന്നെ അക്സെപ്റ്റ് ചെയ്ത് ബഹുമാനിക്കുന്ന ആളുകളായിരിക്കും, ഓക്കെ. അവരാണ് നിങ്ങളെന്തായാലും ഈ ഒരു പാസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ വളരെ മനസ്സിന് മുറിവുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ, അതിനെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് അവരാണ് നിങ്ങളെ സഹായിക്കുക. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 of Wands കിട്ടിയിട്ടുണ്ട്, ഓക്കെ. പിന്നെ Knight of Coins, സ്ട്രെങ്ത്. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സക്സസ്, ഒരു പ്രോസ്പെറിറ്റി, ചിലപ്പോൾ ഫൈനാൻഷ്യലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഓക്കെ. ഒരു അപ്ഗ്രേഡ്, നിങ്ങളുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം, പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം, സാമ്പത്തികമായിട്ടൊരു ഉന്നമനം, സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ അതിന് വേണ്ടി ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്, ചുമ്മാ ആഗ്രഹിച്ചിരിക്കല്ല. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ആ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പോസിറ്റീവായിട്ടൊരു മാറ്റം വരുത്താൻ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അതിൽ ഇതുവരെ നിങ്ങളൊരു റിസൾട്ടും കണ്ടിട്ടില്ല, ഓക്കെ. കുറേ നാളുകളായി, ചിലപ്പോൾ വർഷങ്ങളായിട്ടാവും നിങ്ങൾ ഇതിനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരുപാട്, അപ്പോൾ നിങ്ങൾക്ക് തളർച്ച തോന്നണം, അതായത് ഇപ്പോൾ മതി, ഇനി ഇങ്ങനെ ഇതിൽ പരിശ്രമിക്കേണ്ട എന്നൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു നിരാശ ഉണ്ടാവും. കാരണം നിങ്ങൾ ഇത്രയും പരിശ്രമിച്ചിട്ട് പോലും ഒരു റിസൾട്ട് കണ്ടില്ല എന്നുള്ള ഒരു നിരാശ ഉണ്ടാവാം. നിങ്ങൾക്ക് വളരെയധികം ജീവിതം ഒരു ഭാരമായി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചിലപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 1111 പോർട്ടൽ വഴി എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾ ഈ 10 of Wands എനർജിയിൽ നിന്ന്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തളർച്ചയും നിരാശയും ഒക്കെ ഉള്ളൊരു കാലഘട്ടം, അതിൽ നിന്ന് നിങ്ങൾ സ്ട്രെങ്ത് എനർജിയിലേക്കാണ് വരുന്നത്. അതായത് നിറയെ സന്തോഷം, അതുപോലെ തന്നെ വിജയങ്ങൾ, പിന്നെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി, സാമ്പത്തിക സമൃദ്ധിയുള്ള സമയം. അതിന് സമൃദ്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ല, എല്ലാ തരത്തിലും ആ ഒരു സമൃദ്ധി അനുഭവിക്കുന്ന അത്രയും നല്ലൊരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അത്രയും നല്ലൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്, ഓക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം കൂടുക, അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് കാര്യമായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുക. പിന്നെ അതുപോലെ നിങ്ങളുടെ
എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നിങ്ങളുടെ മുഖത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തലമുടി അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയെങ്കിലും ശരീരഭാഗങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അതിനെ കുറേ നാളെ ട്രീറ്റ് ചെയ്യുന്നു എങ്കിൽ അതിന് പെട്ടെന്ന് റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ 11/11 പോർട്ടൽ കഴിഞ്ഞതിന് ശേഷം ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് കാണും. നിങ്ങൾ എന്താണ് കാലങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കാവോ അത് ഇങ്ങനെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ വളരെ കാര്യമായൊരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നിങ്ങളെ കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് എന്താ പറയുക വളരെ നിരാശ ബാധിച്ച ആളെ പോലെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളതെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് പെട്ടെന്നാണ് നിങ്ങളിൽ ഇനി ഈ ഒരു മാറ്റം, നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എനർജിയിലേക്ക് വരുന്നത്. ഓക്കെ, വളരെ ആത്മവിശ്വാസമുള്ള എന്താ പറയുക കാര്യങ്ങളെ അതിൻ്റെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിത രീതിയിൽ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ, പിന്നെ നിങ്ങളുടെ മൊത്തം ജീവിതത്തിൽ തന്നെ എല്ലാ ആസ്പെക്റ്റിലും കാര്യമായിട്ടൊരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും, നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത് കാണുകയും ചെയ്യും. ചിലപ്പോൾ ആളുകൾ പറയുമായിരിക്കുമോ എന്തൊരു ഭാഗ്യമുള്ളവരാ പെട്ടെന്നാണ് മാറ്റം വന്നത്. പക്ഷെ ഭാഗ്യം മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അനുഭവിക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം എന്തൊരു ഭാഗ്യം നിങ്ങൾക്ക് പെട്ടെന്നാണ് മാറ്റം വന്നേ, ഒന്നും ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ നടന്നൂലേ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടുവെന്ന് വരും. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യരുത്. കാരണം നിങ്ങൾ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര വർഷങ്ങളായി എത്ര കാലങ്ങളായി നിങ്ങൾ ഈ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അത് വേറെ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ, നമുക്ക് അതുകൊണ്ടറിയാം നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമാണെന്ന് നമുക്കറിയാം. അത് മതി, ആരും ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നു വരുത്, പറയുന്നവർ പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങളും മാറ്റങ്ങളും. വളരെ അതായത് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ആ ഒരു ഇന്നർ സെൽഫിനും അതുപോലെ തന്നെ നിങ്ങളുടെ പുറത്തും കാര്യമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. വളരെ എംപവറിങ് ആയിട്ടുള്ള എനർജി എന്നൊക്കെ പറയില്ലേ, അത് വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഞാൻ നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള റീഡിംഗ് നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത്. എനിക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. കിട്ടിയ എല്ലാ ഫീഡ്ബാക്കിനും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എനിക്കത് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് അത്രയും അധികം വളരെ എൻകറേജിങ് ആണ്. എന്നെ അത് കൂടുതൽ റീഡിങ് ചെയ്യാനായിട്ട് എനിക്ക് അതൊരു എൻകറേജ്മെൻറ്റ് തരാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ റീഡിംഗ് വേണമെങ്കിൽ അത് എടുത്ത് പറഞ്ഞോളൂ, എനിക്ക് മലയാളത്തിലാണ് റീഡിംഗ് വേണ്ടത്. അപ്പോൾ മലയാളത്തിൽ ഉള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് മടി കൂടാതെ എന്നോട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ നേരെയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങളപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ 11/11 പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് 8 ഓഫ് വാണ്ട്സ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഓക്കെ, മൾട്ടിപ്പിൾ മാനിഫെസ്റ്റേഷൻസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എന്തൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പല ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, അതിൽ നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം പല രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ജോലിക്കാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ജോലിയാവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് പക്ഷേ പല അവസരങ്ങളും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് വളരെ വേഗത്തിൽ എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നടക്കും. വളരെ പെട്ടെന്നാണ് വരിക. അപ്പോൾ അത് വരുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അത് ഫേസ് ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കണം. ഓക്കെ, ഇനി ഒരുപാട് നാളൊന്നുമില്ല, അത് പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക്
ടെൻഷനും, ഒരുപാട് ടെൻഷൻ, അതുപോലെ ഉറങ്ങാൻ ബുദ്ധിമുട്ട്, അങ്ങനെ നിങ്ങളൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിരുന്നത് ഇതുവരെ എങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ബ്ലെസ്സിങ്ങും നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുകയാണ്. ഓക്കെ, ഫൈനാൻഷ്യലി, സാമ്പത്തികമായിട്ട് കാര്യമായൊരു പുരോഗതി, കാര്യമായൊരു വളർച്ച ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നാളും വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്തായിരിക്കില്ല നിങ്ങൾ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷനിലായിരിക്കില്ല നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചു അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ അതിൽ വളരെയധികം നിങ്ങൾക്ക് നിരാശയുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ആ ഒരു റിയാലിറ്റീനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് മാറി നിങ്ങൾ ഓക്കെ, ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം, പക്ഷെ ഇത് എൻ്റെ കാലാകാലങ്ങളിലേക്കുള്ള ഒരു എന്താ പറയുക, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കില്ല, എൻ്റെ ജീവിതം ഉറപ്പായിട്ട് മാറും, അതിന് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളുടെ എന്താ പറയുക മെൻറ്റാലിറ്റിയിൽ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ആ ഒരു ഷിഫ്റ്റ് വരുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്താലും അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ശ്രദ്ധ കൊടുത്തിരുന്നത്, ഇത്രയും നാൾ നിങ്ങൾ ആ നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ശ്രദ്ധ കൊടുത്തിരുന്നത്. ഓക്കെ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാണ്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ആയില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ ജീവിതം നന്നായി പോകണ്ടല്ലോ, എൻ്റെ ജീവിതം ഒന്നും ആയില്ലല്ലോ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഇത്രയും നാളും. അപ്പോൾ നിങ്ങൾ ആ യാഥാർത്ഥ്യം ആക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഇങ്ങനെ പഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇവർ കാരണമാണ്, അല്ലെങ്കിൽ എൻ്റെ തെറ്റാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് മാറി ഓക്കെ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എനിക്ക് ഇതിൽ നിന്ന് മാറാൻ സാധിക്കും, അതിന് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പരിശ്രമിക്കും എന്ന രീതിയിൽ നിങ്ങളുടെ ഫോക്കസ് ഒരു പോസിറ്റീവായിട്ട്, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുകയാണ്. ആ ഒരു ശുഭാപ്തി വിശ്വാസം വരുന്നതും കൂടെ എന്താണ്ടാവുക വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങളൊരു ഹയർ വൈബ്രേഷനിലേക്ക് മാറുക. ഓക്കെ, ആ ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. ആ മാറ്റത്തിലൂടെ എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും നാൾ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഈ ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് കാത്തിരുന്നത്. ഓക്കെ, നിങ്ങൾ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുമ്പോഴാണ് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പാഠം നിങ്ങൾ പഠിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇത്രയും നാളും എന്താ പറയുക, യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ യൂണിവേഴ്സ് വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പാഠം പഠിക്കണം. പക്ഷേ നിങ്ങൾ കുറച്ച് സമയം എടുത്തു. പക്ഷേ എന്തായാലും ഈ ഒരു 11 പോർട്ടലിലൂടെ ഇന്നലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻലി ഇങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടാവാം, ഇത് എൻ്റെ കാലാകാലങ്ങളിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ, എനിക്കത് വേണമെങ്കിൽ മാറ്റിയെടുക്കാം എന്നൊരു എന്താ പറയുക പെട്ടെന്നൊരു ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകുക ഇന്നലെ. ഓക്കെ, ആ ഒരു 11 പോർട്ടലിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ചെറിയ ചെറിയ നേട്ടങ്ങളിൽ തുടങ്ങി വലിയ വലിയ നേട്ടങ്ങൾ വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ആഘോഷിക്കുകയും വേണം, അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ ഈശ്വരനോട് നന്ദി പറയണം. മാത്രമല്ല അത് ശരിക്കും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്, അല്ലേ? അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അത്രയും ആഗ്രഹിച്ചൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മളത് ആഘോഷിക്കണം, അല്ലെങ്കിൽ നമ്മളതിൽ ശരിക്കും നമ്മുടെ ആ സന്തോഷം എന്താണെന്ന് നമ്മൾ ഈശ്വരനെ അറിയിക്കണം. അപ്പോൾ അതാണ് ഇവിടെ യൂണിവേഴ്സ് എടുത്ത് പറയുന്നത്. അങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. അതിന് പിന്നാലെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് എന്താ പറയേണ്ടത്, നൈറ്റ് ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സ്വോർഡ്സ് കഴിഞ്ഞിട്ടില്ല, ലവേഴ്സ്, ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചിട്ട് എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ആൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഒരു കണക്ഷനിലാണെങ്കിൽ അതിലൊരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഏത് ഫേസിലാണോ അതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഇതൊരു വളരെ ഇപ്പോൾ പുതിയ ആൾ, നിങ്ങൾ സിംഗിൾ ആണെന്ന് വിചാരിക്കൂ. ഈ വരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബഹുമാനിക്കുന്ന, ഈ ഒരു റിലേഷൻഷിപ്പിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് ആളുടെ പോളിസി ആയിരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറയുക, നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, പക്ഷെ നിങ്ങൾക്കൊന്നും തിരിച്ച് കിട്ടാതിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ചെയ്ത് കിട്ടാൻ നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തിരിച്ചൊരു എഫേർട്ടില്ല, അങ്ങനെയും ഉണ്ടാവില്ല. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ടാണ് കാണുക, തുല്യമായിട്ട് ഒരേ നിലയിൽ നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിലാണ് കാണുന്നുണ്ടാവുക ഈ റിലേഷൻഷിപ്പിൽ. ഈ വരുന്ന വ്യക്തി അതാണ് ആഗ്രഹിക്കുന്നത്, അവരങ്ങനെയാണ് ആയിരിക്കുക. ഓക്കെ, അപ്പോൾ മാത്രമല്ല നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കണക്ഷനാണ്, ഒരു റൊമാൻറ്റിക് കണക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. ഓക്കെ, ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് കാണുന്നത്. ലവേഴ്സും ജഡ്ജ്മെൻറ്റും കൂടിയിട്ട്
നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ജീവിത പങ്കാളി ആ വ്യക്തിനെയാണ് ഞാനിവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്താ പറയുക, ഒരു പ്രപ്പോസൽ, ഒരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ അറേഞ്ച് മാരേജ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഈ ജന്മത്തിൽ നിങ്ങൾക്കായിട്ട് ഈശ്വരനെ കരുതി വെച്ചിട്ടുള്ള വ്യക്തിയുടെ പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നുണ്ട്, ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് വരിക. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ആ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തത് എന്താണോ അതാണ്, ആക്സെപ്റ്റ് അല്ല, നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ ഓൾറെഡി റെഡിയാണ് എന്നുള്ളൊരു എനർജിയും കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പക്ഷേ അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല. നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിൻ്റെയും വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ വരുമ്പോൾ കാണാം അല്ലെങ്കിൽ വരുമ്പോൾ നോക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിലാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പ്രപ്പോസൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരിക്കും പ്രോഗ്രസ് ചെയ്യാം. ഇതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ അഡ്വഞ്ചറാണ്. ഓക്കെ, പക്ഷേ വളരെ പോസിറ്റീവായ രീതിയിൽ അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് കാണാൻ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ്, ഒരുപാട് പാഷൻ ഉണ്ട്, അതുപോലെ തന്നെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഈ ഒരു എന്താ പറയുക, ഇത് നിങ്ങളൊരു പവർ കപ്പിൾ വൈബാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ ഒരുമിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ ഒട്ടും ശ്രമിക്കാതെ തന്നെ പബ്ലിക് അറ്റൻഷൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ബാലൻസ് ചെയ്യുന്ന, അത്രയും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കപ്പിൾസ് ആയിരിക്കും. പിന്നെ മാത്രമല്ല ആ ഒരു എനർജി നിങ്ങളുടെ രണ്ടുപേരും, നിങ്ങളുടെ ആ ഒരു യൂണിറ്റി, നിങ്ങൾ ഒരുമിച്ച് നിങ്ങളൊരു കപ്പിളായി മാറുമ്പോൾ നിങ്ങളുടെ എനർജിയിലും കാര്യമായ ഷിഫ്റ്റ് ഉണ്ടാവും. വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഹൈ വൈബ്രേഷൻ എനർജി ആയിട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കൂടുതൽ ഭാഗ്യം, ഓക്കെ, അങ്ങനെ ഓരോ കൂടുതൽ അനുഗ്രഹങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലാതെ സാമ്പത്തികം അല്ലെങ്കിലും ബാക്കി രീതിയിലുള്ള കുറേ ഐശ്വര്യങ്ങൾ വരെ, അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ കണ്ടു തുടങ്ങും. അത് നിങ്ങൾ രണ്ടുപേരും ഒരു കപ്പിൾ ആയതിനു ശേഷം, ഓക്കെ, റിലേഷൻഷിപ്പിലായതിനു ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അതുവരെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചത് നടക്കാതിരുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നടക്കുക, മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ പെട്ടെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക, അങ്ങനെ വളരെ പോസിറ്റീവായിട്ടൊരു ഷിഫ്റ്റ് ഉണ്ട്. ഇത് എന്താ പറയണേ, ഇത് വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഏസ് ഓഫ് കപ്സ് കിട്ടിയത് ഇതൊരു പുതിയ പ്രണയമാണ്. ഓക്കെ, ഇതൊരു പുതിയ പ്രണയമാണ്. ഞാൻ റിവേഴ്സ് കാർഡ് എടുക്കാറില്ല. അപ്പോൾ ഞാൻ എല്ലാ കാർഡ്സും, ഈ ഒരു കാർഡിന് പ്രത്യേകതയുണ്ട്, ഇത് അപ്രൈറ്റ് ആയിരിക്കും, ഇവിടെ നീല കളറും ഇവിടെ പർപ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ അതിലൊരു കാർഡ് റിവേഴ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടത് പോലുമില്ല. അത് കാര്യമായിട്ടൊരു കാരണമുണ്ട്. കാരണം ഇതൊരു പുതിയ വ്യക്തിയാണ്. ഓക്കെ, ഈ ആളെ നിങ്ങൾക്ക് അറിയാൻ സാധ്യത വളരെ വളരെ കുറവാണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഓക്കെ, കാരണം ഞാൻ അത് അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം 2 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്. അതായത് 2 ഓഫ് കപ്സ് അപ്രൈറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയാണ്, നിങ്ങൾ എന്താ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആളാണ് എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാമായിരുന്നു. പക്ഷേ ഇതല്ല, ആ വ്യക്തിയെ അല്ല എന്നുള്ളത് യൂണിവേഴ്സ് അറിയിക്കുന്നതാണ് ഈ 2 ഓഫ് കപ്സ് റിവേഴ്സ് ആയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവരോട് ഒരു ക്രഷോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനോ ഒക്കെ തോന്നുന്നുണ്ടാവാം, ആ വ്യക്തിയെ അല്ല. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് ലവേഴ്സ് അല്ല, കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പ് ഒന്നും തിരിച്ചു വരാൻ പോണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്ന ആൾ അതൊന്നുമല്ല, ഇത് വേറെ വ്യക്തിയാണ്. ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആരിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതല്ല നിങ്ങളുടെ ജീവിത പങ്കാളി. ഓക്കെ, നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലൊരാളെയാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളാണ് വരുന്നത്. ഈ വ്യക്തിക്ക് ഒരു എർത്ത് സൈൻ ഉണ്ടായിരിക്കും അവരുടെ സോഡിയാക് സൈനിൽ. ഓക്കെ, അതായത് സൺ മൂൺ റൈസിങ് സൈനിൽ ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇതിൽ ഏതെങ്കിലും ഒരു സൈൻ ഉണ്ടായിരിക്കും. ഒരു ഫെമിനിൻ എനർജിയാണ് ഞാൻ കാണുന്നത്. അതായത് വളരെ കെയറിങ്ങും വളരെ കമ്പാഷനേറ്റും ലവിങ് ആയിട്ടുള്ള ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആ ഒരു സ്നേഹവും കരുതലും വാത്സല്യം ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇമോഷൻസ് അവർക്കുള്ള ഫീലിങ്സ് പ്രകടിപ്പിക്കുന്ന ആളാണ്. പിന്നെ എന്താ പറയണ്ടേ, വളരെ പേഷ്യൻസ് ആയി നല്ല ക്ഷമയുള്ള വളരെ മെച്യൂർ ആയിട്ടുള്ളൊരു എനർജിയാണ് ഞാൻ കാണുന്നത്. അവർ ഓൾറെഡി അവരുടെ കരിയറിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ചിലർക്ക് ഈ വ്യക്തി ഓൾറെഡി അവർക്കൊരു കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർക്ക്, എല്ലാവർക്കും ഒന്നും ഞാൻ പറയണില്ല, പക്ഷേ ഈ കളക്റ്റീവിൽ ചിലർക്ക് ഈ വ്യക്തിക്ക് ഒരു കുട്ടി ഉണ്ടാവാം, ഒരു സിംഗിൾ പാരൻ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണുന്നു. വളരെ എന്താ പറയുക, നല്ലൊരു വ്യക്തിത്വത്തിനെയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ബന്ധമാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതും ഒരു വലിയ അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും ഒരു വലിയ കാര്യമാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കരിയറിൽ ഒരുപാട് മാറ്റം വരുന്നു, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എനർജിയിൽ ഒരുപാട് മാറ്റം വരുന്നു.
അങ്ങനെ നിങ്ങൾ കൂടുതലൊരു ഹൈ വൈബ്രേഷണൽ എനർജിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളും മാറ്റങ്ങളും. 11-11 പോർട്ടൽ, അതായത് 11-11 പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇനി കമൻറ്റ് സെക്ഷനിൽ എടുത്ത് ചോദിക്കരുത് ഒരാളെ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ആ വ്യക്തി ആണോ എന്ന്. അല്ല, ആ വ്യക്തി അല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ടാവും ഇപ്പോൾ, പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ നിങ്ങൾക്കുള്ള ആൾ വരുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, നിങ്ങളതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആളല്ല ഈ വ്യക്തി, ഞാൻ പറഞ്ഞ ആൾ. ഓക്കെ, ഞാൻ പറയുന്നത് സിംഗിൾസിൻ്റെ കേസാണ്. എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി എന്താ പറയുക റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ ഒരു കണക്ഷൻ എന്താ പറയുക ഒരു കുറച്ചുകൂടി സീരിയസ് കമ്മിറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാരേജ് പ്രപ്പോസൽ, എൻഗേജ്മെൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിലും എന്താ പറയുക ഈ പറഞ്ഞത് ഒരു പുതിയ പ്രപ്പോസലാണ് വരുന്നത്. ഇതുവരെ നിങ്ങൾക്ക് വരാത്തൊരു പ്രപ്പോസലാണ് വരുന്നത്. പക്ഷേ ഇതാണ് നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആ പ്രപ്പോസലിൽ. നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ എന്നിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. എന്താ പറയുക, വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ മലയാളത്തിലാണ് റീഡിംഗ് വേണ്ടത് എന്ന് എടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് എനിക്ക് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ അയക്കുന്ന ഡോക്യുമെൻറ്റിലൊക്കെ ഉണ്ടെങ്കിൽ മടി കൂടാതെ ചോദിക്കുക. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ ഞാനിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ മാക്സിമം ഒരു രാത്രി 11 മണിക്കുള്ളിൽ ബുക്കിംഗ് റിക്വസ്റ്റ് അയയ്ക്കുക. 11 മണിക്ക് ശേഷം ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ സാധ്യത ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം എനിക്ക് ഇന്നലെ വളരെ ലേറ്റായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ആ ഒരു സമയം കഴിഞ്ഞ് ഞാൻ കംപ്ലീറ്റ്ലി വാട്സപ്പിൽ നിന്നൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം കാലത്താണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഒരു 11 മണിക്ക് മുൻപ്, ഒരു 10 മണിക്ക് മുൻപായി അത്രയും നല്ലത്. പക്ഷേ കൂടിപ്പോയാൽ 11 മണിക്ക് മുൻപ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതായത് ഒരു 7-8 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് കുഴപ്പമില്ല. അപ്പോൾ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസവും കൂടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.